ഹലോ സുഹൃത്തുക്കളെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ BA സോഷ്യോളജിയുടെ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന മൊഡ്യൂളിലെ 4ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ പ്രോബ്ലംസ് ഓഫ് വീക്കർ സെക്ഷൻസ് എന്നാണ് 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി നോക്കാം. ഓക്കെ, തുടക്കത്തിൽ തന്നെ ഇതിൽ പ്രധാനമായിട്ട് ഈ പാഠഭാഗത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നെ OBC, ഈ 3 വിഭാഗത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയണത്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ആദിവാസി, അതിൻ്റെ രൂപത്തിലാണ് ആദ്യമായി ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന ഒരു ആദിവാസി സിസ്റ്റം, അതായത് ഇന്ത്യയിൽ ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്ന ഒരു ആദിവാസി, അങ്ങനത്തെ ജീനിയോളജിക്കൽ പരമായിട്ട് ഒരു സിവിലൈസ്ഡ് അല്ലാത്ത എന്ന് പറയുന്ന ഒരു രൂപത്തിലുള്ള പീപ്പിളാണ് ആദിവാസികൾ എന്ന് പറയുക. ആദി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, വാസി പറഞ്ഞാൽ ഇൻഹാബിറ്റൻറ്റ്. അതായത് നമ്മുടെ നാടുകളിലൊക്കെ ആദ്യം മുതലേ കുടിയേറി പാർത്തിരുന്ന ആദ്യകാലത്തെ രൂപത്തിൽ ഇന്നും ജീവിക്കുന്ന ആൾക്കാർക്കാണ് ആദിവാസികൾ എന്ന് പറയുക. ഈ ആദിവാസികൾക്ക് കൃത്യമായിട്ടൊരു ഡെഫിനിഷനോ ക്രൈറ്റീരിയ ഒന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നില്ല. പ്രധാനമായിട്ടും ഓരോ സെമി സിവിലൈസ്ഡ് പീപ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. DN മജുംദാർ പറയണത് എന്താ വെച്ചാൽ ഈ ആദിവാസികളെന്ന ഒരു കുറേ ഫാമിലീസിലൊരു കളക്ഷനാണ്. ഒരു മൊത്തത്തിലൊരു പേരുണ്ടാവും, ഒരു സ്ഥലം ഉണ്ടാവും, പിന്നെ ഒരു പ്രത്യേകമായ ലാംഗ്വേജ് സംസാരിക്കും, പിന്നെ മാരേജ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിർച്വൽസ്, ടാബൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായ അവരവരുടെ ഒരു രീതി ഉണ്ടാവും. അതിനാണ് ട്രൈബ് എന്ന് മജുംദാർ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ട് 700 ഗ്രൂപ്പോളം ട്രൈബുകളുണ്ട്. 8.6% പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ട്രൈബുകളായിരിക്കും. ലോകത്തിലെ മൊത്തം ട്രൈബിൻ്റെ 50%വും ഇന്ത്യയിലാണ് കുടികൊള്ളുന്നത്. ഏകദേശം 100 മില്യൺസ് ആൾക്കാരോടുണ്ടാണെന്നാണ് പറയണത്. ഇന്ത്യയിൽ ഓൽക്കൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ് കുക്കീസ്, നാഗാസ്, മിക്കിർസ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. പിന്നെ കുറേ രാജ്യങ്ങളിലത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, മുണ്ടാസ്, ഹാരിയാസ്, അങ്ങനത്തെ കുറേ ആൾക്കാർ. പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരാണ് കണികർ, കൗരവർ, കിട്ര, അങ്ങനത്തെ ആൾക്കാരൊക്കെ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ്സ്, അതിനെക്കുറിച്ചാണ് പറയണത്. ഓൽക്കുള്ള ഭരണഘടനാപരമായ ഓൽക്കുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 342 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൽക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അവകാശം കൊടുക്കുന്നുണ്ട്. അതായത് അവർ പ്രത്യേകമായിട്ടൊരു പരാമർശം കോൺസ്റ്റിറ്റ്യൂഷൻ 342 ഒരു പ്രത്യേകമായ പദവി അർഹിക്കുന്ന ആൾക്കാരാണ് പറയേണ്ടത്. പിന്നെ 244 ആർട്ടിക്കിളിലൂടെ ഷെഡ്യൂൾഡ് ഏരിയാസിൽ അവർക്ക് കൃത്യമായി ഓൽക്ക് അനുസരിച്ചിട്ടുള്ളൊരു ഭരണം, ഡെവലപ്മെൻറ്റ് നടക്കണം എന്ന് പറയേണ്ടത്. പിന്നെ ആർട്ടിക്കിൾ 664 മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് നിയമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടി രൂപം കൊള്ളുന്നുണ്ട്. പിന്നെ ഷിലു AO കമ്മിറ്റി എന്ന് പറഞ്ഞ അത് 1969 രൂപം കൊണ്ടതാണ്. ഈ ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനോ റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി ആയിരുന്നു. അതിൻ്റെ കണ്ടെത്തലിൽ ഏകദേശം 3.46 മില്യൺ ഫാമിലീസ് ഈ ട്രൈബുകളിൽ പോവേർട്ടി ലൈനിൻ്റെ അടിയിലാണ്. അതായത് അതിൽ 2.70 മില്യൺ ഫാമിലീസുകൾ വരെ പോവേർട്ടി ലൈനിൻ്റെ അടിയിലാണെന്ന് അവരെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബുകൾ പ്രധാനമായിട്ട് ജീവിക്കുന്നത് മലകളിലാണ്. ചിലർ പ്ലെയിൻ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും സാധാരണ ആൾക്കാരോട് കൂടിക്കലരാറില്ല എന്നാണ് പറയണത്. അവർ പ്രധാനമായിട്ടും ബാർട്ടർ സിസ്റ്റമാണ്. അതായത് പൈസ കൈമാറുന്ന രീതി അവർക്കില്ല. പിന്നെ അവർ പ്രധാനമായിട്ടും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ പണം ചെലവഴിക്കാറുള്ളത്. പിന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ലോയും നിയമങ്ങളും മണി ട്രാൻസ്ഫർ കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ ഗവർണർ അവർക്ക് വേണ്ടി നൽകാറുണ്ട്. കാരണം അവരെ ഓപ്പറേഷൻ തടയാൻ വേണ്ടിയിട്ട്.
ആദ്യകാലത്ത് ഷെഡ്യൂൾഡ് ട്രൈബിനും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഒറ്റ ഒരു കമ്മീഷനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് രണ്ടെണ്ണം ആക്കി എന്നാണ് പറയുന്നത്. 1999 അത് സ്ഥാപിച്ചത്. പിന്നെ ഇനി STകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവർ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് അധികം ബന്ധം ഉണ്ടായിരിക്കില്ല. പിന്നെ അവരെ പ്രധാനമായിട്ട് എക്സ്പ്ലോയിറ്റേറ്റീവായിട്ട്, അതായത് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുക, പ്രകൃതിപരമായിട്ടും അല്ലാത്ത രൂപത്തിലൊക്കെ. പിന്നെ വലിയ നിയമങ്ങളൊക്കെ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഫോറസ്റ്റിലൊന്നും അവരെ കൃത്യമായി പാർപ്പിക്കാനും ഒന്നും അനുവദിക്കാതെ അവരുടെ മേൽ നല്ല നിയമങ്ങൾ അടിച്ചേൽപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ മേലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രണ്ട് വിധത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് കോമൺ ആസ് വെൽ, അതായത് എല്ലാ ജനങ്ങൾക്കുമുള്ള പോലെ തന്നെ പ്രശ്നങ്ങൾ. പിന്നെ മറ്റേത് അവർക്ക് മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ആയിട്ട് രൂപത്തിൽ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിവ്ലിഹുഡാണ്. അത് മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അവരുടെ ലിവ്ലിഹുഡ് പറഞ്ഞാൽ അഗ്രികൾച്ചർ, പിന്നെ ഫോറസ്റ്റ്, അങ്ങനത്തെ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഫോറസ്റ്റൊക്കെ ഈ കോൺട്രാക്ടേഴ്സും അങ്ങനത്തെ ബിൽഡിംഗ് നിർമ്മാണക്കാരൊക്കെ അതിക്രമിച്ച് കയറുന്നതുകൊണ്ട് തന്നെ ഓൽക്ക് അവിടെ വലിയ ഉൽപ്പാദനങ്ങൾ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ ഗവൺമെൻറ് റൂൾസുകളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ പ്രശ്നമാണ്. പിന്നെ അവർക്ക് ഈ അഗ്രികൾച്ചർ മാത്രമുള്ളതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിൽ കുറേ പുതിയ കാലത്തുള്ള വിളവുകൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പറയുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് പറഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ തീരെ അല്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഓൽക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഭാഷ തന്നെയാണ്. ഓരോ ഭാഷയ്ക്ക് പറഞ്ഞാൽ സ്ക്രിപ്റ്റില്ലാത്ത ഭാഷയായിരിക്കും, അപ്പോൾ ഓലെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഓലെ പഠിപ്പിക്കപ്പെടുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഓർക്ക് ഫോറിനായ ഭാഷയാണ്, ഓർക്ക് അറിയാത്ത അന്യമായ ഭാഷയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ബാങ്കിങ് ഫെസിലിറ്റീസിനെ കുറിച്ച് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഓല് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ബാങ്കിങ് ഫെസിലിറ്റീസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഓൽക്കില്ല. അപ്പോൾ ഈ ലോകനാഥൻ എന്ന PS ലോകനാഥൻ എന്നൊരു സോഷ്യോളജിസ്റ്റ് പറയുന്നുണ്ട്, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻകമിൻ്റെയും കൺസപ്ഷൻ്റെയും കാര്യത്തിലൊക്കെ വളരെ പ്രശ്നത്തിലാണ്. കാരണം ധാരാളം കടത്തിലാണ് അവർ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് പോളിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ, അതായത് ഗവൺമെൻറ് പോളിസിയിൽ വളരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾക്ക് കിട്ടൽ വളരെ കുറവാണ്. കാരണം കുറേ അധിക ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും അവർക്ക് സഹായം കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ കാരണം എന്തൊരു തൃപ്തികരം മടുപ്പാണ് അവർക്ക് സഹായം ചെയ്ത് കൊടുക്കലൊക്കെ. അവർക്ക് ഇതിനുവേണ്ടി താല്പര്യമില്ല. കാരണം ഓൽക്ക് പ്രത്യേകമായ താല്പര്യങ്ങളൊന്നും കിട്ടണില്ലാത്തതുകൊണ്ട് ഒരു ചെയ്യണില്ല. പക്ഷേ വളരെ നല്ല ചുരുക്കം വളണ്ടിയർ ഓർഗനൈസേഷൻ മാത്രമേ ഇതിനൊക്കെ സഹായകമായിട്ട് ഉള്ളൂ എന്നാണ് പറയുന്നത്. കൾച്ചറൽ പ്രോബ്ലംസ് പറഞ്ഞാൽ ധാരാളം പല ട്രൈബുകളും വ്യത്യസ്തമായ മതങ്ങൾ, ഹിന്ദു ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ വ്യത്യസ്ത മതങ്ങളുടെ കീഴിലാണ് അവർ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും കുറേ ക്രിസ്ത്യൻ മിഷണറീസൊക്കെ ധാരാളം ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻസൊക്കെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഫോഴ്സ്ഡ് ആയിട്ടുള്ള മതമാറ്റങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് വലിയ പ്രശ്നമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നു വന്നതോടുകൂടി പുതിയ ട്രൈബൽ പീപ്പിൾ വെസ്റ്റേൺ ആയിട്ട് ചിന്തകൾ കടന്നു ഓലെ ട്രഡീഷണലായിട്ട് ആർട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു. ഡാൻസ്, മ്യൂസിക്, ക്രാഫ്റ്റൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ സെപ്പറേറ്റിസ്റ്റ് ടെൻഡൻസി അവർ പരസ്പരം അങ്ങനെ ഇങ്ങനെ പരസ്പരം വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് പരസ്പരം അടികൂടുന്നത് കൊണ്ട് തന്നെ അവരുടെ ഒരു വർഗീകരണം, ഒരു വ്യത്യസ്തത ഉണ്ട്, സെപ്പറേറ്റിസം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറേ സംസ്ഥാനങ്ങളൊക്കെ രൂപം കൊണ്ടത്. മിസോറാം, നാഗാലാൻഡ് അങ്ങനത്തെ കുറേ സംസ്ഥാന രൂപം കൊള്ളാൻ കാരണം ഇവരുടെ ഇടയിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നം ഉണ്ടാകുകൊണ്ട് തന്നെ ഓൽക്ക് ഒപ്രഷനും താങ്ങാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ STസിൻ്റെ എതിരുള്ള ക്രൈമുകൾ ധാരാളം ഉണ്ട്. അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്മഗ്ലിങ്, അതായത് ധാരാളം പാവപ്പെട്ട ട്രൈബുകളിൽ നിന്ന് അവരുടെ സംഭവങ്ങളൊക്കെ സ്മഗിൾ ചെയ്തിട്ട് ഓലയിൽ നിന്ന് കുറേ സാധനങ്ങൾ കട്ടെടുത്തിട്ടൊക്കെ ആൾക്കാർ ഓലെ ഇടങ്ങേറാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വെൽഫെയർ മെഷർ, അവർക്ക് എന്തൊക്കെ വെൽഫെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു 1957 രൂപം കൊടുത്തൊരു ഫിലോസഫി NEFE എന്ന സംഭവം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെ പറയണമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സഹായിക്കണം. പിന്നെ ലാൻഡും ഫോറസ്റ്റും അവർക്ക് തന്നെ കൊടുക്കണം. പിന്നെ
എന്താണ് ഇപ്പോൾ ഓല ഉള്ളിൽ ഭരിക്കാൻ ഓൽക്ക് തന്നെ അനുവാദം കൊടുക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിലൊന്ന് അടിവരയിടുണ്ടാവും, ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ ഫോറസ്റ്റ് യൂസിൻ്റെ വല്ല പ്രശ്നങ്ങളുണ്ട്. അതായത് എന്താണ് ഓൽക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഓലെ ജീവിക്കണ ഫോറസ്റ്റുകൾ യൂസ് ചെയ്യാൻ ഓൽക്ക് അനുവാദമല്ല. കാരണം കുറേ ഗവൺമെൻറ് അതിനെ തടയുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ്, ഗവൺമെൻറ് കൃത്യമായൊരു ഹെൽപ്പൊന്നും അവർക്ക് കൊടുക്കണില്ല ഓലെ സംഭവങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഒന്നും. പിന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, പിന്നെ അങ്ങനത്തെ എന്താണ് ചെറിയ ചെറിയ ഓലെ എൻ്റർപ്രണർഷിപ്പൊക്കെ അതിനൊന്നും കൃത്യമായ സാമ്പത്തിക സഹായം ഒന്നും ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കണില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ലിറ്ററസി, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൽക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ ലിറ്ററേറ്റ് ആവണമെങ്കിൽ ഓൽക്ക് ഓരോ ഭാഷയിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഹെൽത്തിൽ എന്തൊക്കെയാണ് വിഷയം എന്ന് ചോദിച്ചാൽ മെഡിസിന് കൃത്യമായി ലഭിക്കുന്നില്ല. പിന്നെ നല്ല വാട്ടർ, വെള്ളം, ന്യൂട്രിറ്റീവുള്ള ഫുഡില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. സോഷ്യൽ പ്രോബ്ലംസ് പറഞ്ഞാൽ എന്താണ് ഓൾറെഡിയുള്ള എന്താണ് മോശമായ ആചാരങ്ങൾ, ഈ ബ്രൈഡ് പ്രൈസ്, അതായത് സ്ത്രീധനം, പിന്നെ ഈ ഇങ്ങനത്തെ മായാജാലം, മന്ത്രവിദ്യ, അങ്ങനത്തെ ചൈൽഡ് മാരേജ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കണം. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇനി അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് പോകണം. ഇത്രയും കാലം ആദിവാസികളെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ ജാതിയെ കുറിച്ചാണ് പറയുന്നത്. ജാതിൻ്റെ ഒരു പണ്ടത്തെ വേദങ്ങളിലോ ബ്രാഹ്മണ ഒരു ഇതിലും എന്താണ് ഒരു ജാതീയമായ, അതായത് ശുദ്രാസ് പറഞ്ഞൊരു ജാതിയുടെ രൂപം അവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. അതായത് വേദങ്ങളിലും ഇതിലൊന്നും ഇല്ല. പിന്നെ അതിലൊക്കെ പ്രധാനമായിട്ടും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ഈ 3 വിഭാഗങ്ങളാണ് ആകെ പറഞ്ഞിട്ടുള്ളൂ. ഈ ശുദ്രാസ് പറഞ്ഞ ആൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ചോദിച്ചാൽ എന്താണ് അവർക്ക് പല കാര്യങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല, യജ്ഞങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ഓലൊക്കെ ഈ വലിയ ജാതിയിലെ ആൾക്കാരുടെ ഒരു സെർവൻറ്റുമാരെയാണ് അവരൊക്കെ ജീവിക്കുക. ലേബർ തൊഴിലാളികളും സെർവൻറ്റുകളൊക്കെ ആയിട്ടാണ് അവർ ജീവിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഹിന്ദു റിലീജിയന് സാൽവേഷൻ എന്നുള്ള ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവർക്കും മോക്ഷം ലഭിക്കും. അതായത് ഈ ജന്മം പ്രയാസം അനുഭവിച്ചാൽ അടുത്ത ജന്മത്തിൽ നല്ലത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരൊക്കെ പ്രയാസം സഹിച്ച് ജീവിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നൊരു ആദ്യമായിട്ട് രൂപം കൊണ്ടത് സൈമൺ കമ്മീഷൻ്റെ ഒരു പദപ്രയോഗത്തിലൂടെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് രൂപം കൊണ്ടത്. ഗാന്ധിജി എന്താണ് ഇവരെ ഹരിജൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവരെ ആദി ദ്രാവിഡാസ്, ദളിത്സ്, ചണ്ടാളാസ്, പഞ്ചമാസ് അങ്ങനത്തെ രൂപത്തിലൊക്കെ പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് 2015 സെൻസസ് പ്രകാരം 16.63% പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈ കാസ്റ്റ് പെട്ടതാണ്. ഇന്ത്യയിൽ 1200ഓളം കാസ്റ്റുകളുണ്ടെന്നാണ് പറയുന്നത്. സൈമൺ കമ്മീഷന് 13 ടെസ്റ്റുകളാണ് നടത്തിയിരുന്നത്. അതായത് കാസ്റ്റ് എന്താണ് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്. അപ്പോൾ അതിലൊരു ഉൾക്കൊള്ളിച്ച സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് അതേ കാസ്റ്റ് പൊല്യൂട്ട്, അൺടച്ചബിലിറ്റിൻ്റെ വിഷയം, പിന്നെ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം തടയുന്നതിനെ കുറിച്ചുള്ള സംഭവം, പിന്നെ പബ്ലിക് പ്ലേസ് ഉപയോഗിക്കാനുള്ള വെല്ല്, കിണർ, സ്കൂളുകൾ അതൊക്കെ ഉപയോഗിക്കാനുള്ള തടസ്സം, പിന്നെ പുരോഹിതന്മാരാകാനുള്ള തടസ്സം, പിന്നെ ബാർബേഴ്സ്, വാഷർമാൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ അവർ ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നത്. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ വെച്ചാൽ എന്താണ് ഇപ്പം കൗഡില്യ ഇൻ ദ മൗര്യൻ പീരീഡ്, കൗഡില്യ എന്ന ആൾ എന്താണ് കാസ്റ്റിനെ പറ്റി ഒഴിവാക്കണം, ഓലെ വരി ലോ ക്ലാസ്സാണ്, ഓലെ ലോ ആയിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് അവർ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കരുത്, കാരണം അവരുടെ നിഴൽ ഒരു പൊല്യൂഷനായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഇന്ന് എന്താണ് 20ാം സെഞ്ച്വറി വരെ അവരെ ക്ഷേത്രങ്ങളിലേക്കൊന്നും അനുവദിച്ചിരുന്നില്ല. പിന്നെ വെള്ളം കോരാൻ അനുവദിച്ചിരുന്നില്ല. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കിണറൊക്കെ കൊടുത്തിരുന്നെന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് പല സെക്ഷൽ ക്രൈംസിനും എക്സ്പ്ലോയിറ്റേഷനും റേപ്പിനും ഒക്കെ ഇങ്ങനത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റിലെ വുമൻസ് കാരണമാകുന്നുണ്ട്. പിന്നെ ഈ മെൻസ് ആണെന്ന് വെച്ചെങ്കിൽ അവർക്ക് കുറേ വർക്കുകളും പിന്നെ കുറഞ്ഞ ശമ്പളമൊക്കെയാണ് അവൾ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ അവരനുഭവിക്കുന്നുണ്ട്.
ഈ കുറേ സ്ഥലങ്ങളിൽ താമസത്തിനുള്ള പ്രശ്നങ്ങൾ, അവരെ അകറ്റി നിർത്തുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഇന്നും അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. റിലീജിയസ് ഡിസാബിലിറ്റീസ്, അതായത് ഒരു ഹിന്ദു അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ക്ലാസിഫൈഡ് അവിടെ എന്തൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് റിലീജിയസ് ഡിസാബിലിറ്റിയാണ്. അവരെ ഹിന്ദു ടെമ്പിളുകളിലൊന്നും പ്രവേശിക്കില്ല, പിൽഗ്രിമേജ് അവരെ തീർത്ഥാടനങ്ങളിലെ കേന്ദ്രങ്ങളിലോ തീർത്ഥാടനത്തിനൊന്നും അനുവദിക്കില്ല. പിന്നെ സോഷ്യൽ ഡിസാബിലിറ്റി പറഞ്ഞാൽ പബ്ലിക് റോഡിൽ നിന്ന് പിന്നെ ഒഴിവാക്കും. പിന്നെ എന്താണ്, അവർ റോഡിൽ തുപ്പാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആഭരണങ്ങൾ ധരിക്കാൻ പറ്റില്ല, സ്വർണം വെള്ളിയുള്ള ആഭരണം ധരിക്കാൻ പറ്റില്ല. പിന്നെ ആണുങ്ങൾ എന്താണ് മുട്ടിന് താഴെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ. പിന്നെ കേരളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം പെണ്ണുങ്ങൾ മറക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്കണോമിക് ഡിസാബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓൾക്ക് എന്താണ് അവർക്ക് ലാൻഡും പ്രോപ്പർട്ടിയൊന്നും കൈവശം വെക്കാൻ പറ്റില്ല. ഓല് എന്താണ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. അതായത് ഓല് ബാക്കിയുള്ള ആൾക്കാരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. പിന്നെ പൊളിറ്റിക്കൽ ഡിസാബിലിറ്റീസ് പറഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്കൽ ഓഫീസറാകാൻ പറ്റില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ പറ്റില്ല, എന്താണ് ഒരു പബ്ലിക് ഓഫീസിൻ്റെ കീഴിൽ ജോലി എടുക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ്സ്, വെൽഫെയർ മെഷേഴ്സ്, അവർക്ക് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന് ഉപകാരം എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 15 ഈ എഡ്യൂക്കേഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റിന് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 332 334 ഒക്കെ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 341 എന്താണ് ഒരു പ്രസിഡന്റിനെ ഇന്ന കാസ്റ്റിനെ ഷെഡ്യൂൾഡ് കാസ്റ്റാക്കി മാറ്റാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വിശദീകരണങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ. എന്താണ് ഈ കുറേ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിസർവേഷൻ കൊണ്ട് കുറേ റിസർവേഷനും സംഭവങ്ങളൊക്കെ അവർക്ക് കൊടുത്തു പല തലങ്ങളിലും. സ്കൂളിലാണെന്ന് വിദ്യാഭ്യാസത്തിലാണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലാണെന്ന് വെച്ചാലും എക്കണോമിക്സിലാണെന്ന് വെച്ചാലും. പക്ഷേ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആരോപിക്കുന്നവർ പറയുന്നത് എന്താ വെച്ചാൽ എന്താണ് കാരണം ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ തന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉയർന്നു വരും എന്നാണ് പറയുന്നത് ഈ ഇതിൻ്റെ റിസർവേഷന് വേണ്ടിയിട്ട്. അതായത് ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷം എന്നൊക്കെ പറയില്ല, അതേ രൂപത്തിൽ ഉയർന്നു വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ചില ജഡ്ജസുകൾ ശ്രദ്ധിച്ച കാര്യമാണ് ഈ ജാതിയിലുള്ള ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ പിന്നെ മുകളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. ഓല ആ ജാതിയുടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോരാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഉദാഹരണം കുറച്ച് പറയുന്നുണ്ട്. ഷെഡ്യൂൾ ലിസ്റ്റിലുള്ള ആൾക്കാർ കൂടി വരികയാണ് ചെയ്തത്, കുറഞ്ഞു വരില്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തൊക്കെ വെച്ചാൽ എന്താണ് ഈ പണ്ടത്തെ മാതിരി പൂർണ്ണമായി ഡിപ്രസ്ഡ് അല്ല. പല കാര്യങ്ങളിലും ഓല് സോഷ്യൽ ഡിസാബിലിറ്റീസിൽ നിന്നൊക്കെ ഒഴിവായിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് എന്ന രൂപത്തിലാണ് അവിടെ സംസാരിക്കുന്നത്. അതായത് ഇന്നും എപ്പോഴും പൂർണ്ണമായിട്ട് ജാതിയുടെ ഒരു പ്രശ്നം അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് OBC ആണ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്. അപ്പോൾ 1900 OBC കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും മറ്റുള്ള ജാതിയിൽ പെടാത്ത എക്കണോമിക്കായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ OBC എന്ന രൂപം കൊണ്ടുള്ളത്. അവരെ കണ്ടെത്താൻ വേണ്ടി പ്രധാനമായിട്ട് നിയോഗിക്കപ്പെട്ടൊരു കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷന്. അവർ ബാക്ക്വാർഡ്, അതായത് ചില കാസ്റ്റുകളുടെ ബാക്ക്വാർഡ് എന്നുള്ള ഒരു മേഖലയിലേക്ക് തിരിച്ചു. അവരാണ് OBC എന്ന് പറയുക. അത് പ്രധാനമായിട്ടും വ്യത്യസ്തമായ 11 കാര്യങ്ങളാണ് അവരതിൽ ശ്രദ്ധിച്ചത്. എങ്ങനെയാണ് ബാക്ക്വാർഡ് ആവുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിലൂടെ അവർ കണ്ടെത്തിയത് ഇന്ത്യയിലെ 50% ആൾക്കാർ ബാക്ക്വാർഡ് ക്ലാസ്സുകളാണ് എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ബാക്ക്വാർഡ് ക്ലാസ് OBC കുറിച്ച്
അതർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഈ മണ്ഡൽ കമ്മീഷൻ്റെ കാര്യങ്ങളൊന്ന് പഠിച്ചാൽ മതി. മണ്ഡൽ കമ്മീഷന് എന്താണ് രൂപം കൊണ്ടപ്പോൾ തന്നെ അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എന്താണ് മണ്ഡൽ കമ്മീഷനെ ഏകദേശം 3742 ക്ലാസ്സസിനെ ബാക്ക്വേർഡ് ക്ലാസ്സാക്കി തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് 2000-ഓളം കാസ്റ്റുകൾ ഏകദേശം രൂപം കൊണ്ടിട്ടുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിൽ, അതായത് ഉദാഹരണത്തിന് കേരളത്തിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ 79 കാസ്റ്റാണ് ബാക്ക്വേർഡ് ക്ലാസ് ആക്കിയിട്ട് ഉണ്ടായിരുന്നത് കേരള ഗവൺമെൻറ്. പക്ഷെ മണ്ഡൽ കമ്മീഷന് 2208 എണ്ണായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ആരോപിക്കുന്നുണ്ട്. അതാണ് OBCനെ കുറിച്ച് ജസ്റ്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് മണ്ഡൽ കമ്മീഷൻ്റെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. പിന്നെ അടുത്ത കാസ്റ്റിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രൂപം കൊണ്ട കാലം മുതൽ തന്നെ ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് അത് കാസ്റ്റ് എന്ന സംഭവം ഇന്ത്യയിൽ പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ റെസിഡൻ്റ് പറഞ്ഞാൽ ഒരു നമ്മുടെ കാസ്റ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയും ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ഒരു പ്രത്യേകമായ പേരിൽ അവർ ഒരു പ്രത്യേകമായ ജോലിയും എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആൻസസ്റ്റർ ഒരു പ്രപിതാവൊക്കെ ഉള്ള ഒരു സംഭവമാണ് കാസ്റ്റ് എന്ന രൂപത്തിൽ. അതായത് ഒരു ഡിവൈനായിട്ടുള്ള സാധനമാണ്, ദൈവികമായ സംഭവമാണ് കാസ്റ്റ് എന്നാണ് അദ്ദേഹം ഡെഫിനിഷനിൽ പറയേണ്ടത്. അപ്പോൾ എന്താണ് അതൊരു പ്രധാനപ്പെട്ട സോഷ്യൽ ലെവലാണ്, സാമൂഹികമായൊരു പ്രശ്നമാണ്. അത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും സാമൂഹികവും സാമ്പത്തികമായ പൊളിറ്റിക്കലായ എല്ലാ മേഖലകളിലും അടിയുറച്ചൊരു സാധനമാണ് ഈ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന് പല ആൾക്കാർ പല ഡെഫിനിഷനുകൾ കൊടുക്കുന്നുണ്ട്. അത് കലേക്കർ അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ച് ഡെഫിനിഷനുകൾ കൊടുക്കുന്നുണ്ട്. ഗാന്ധിജി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പൻഡിക്സ് ആയിട്ടാണ്, അതായത് നമ്മുടെ വയറിലൊക്കെ അല്ല നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരു അപ്പൻഡിക്സാണ് എന്താണ് ഈ കാസ്റ്റ് പറഞ്ഞാൽ. അത് ഒഴിവാക്കിയാൽ ശരീരം ഹെൽത്തി ആകുക, കാരണം അത് ഈ കാസ്റ്റ് പറഞ്ഞാൽ അൺഹെൽത്തി ആണ് എന്നാണ് പറയുന്നത്. കാസ്റ്റിസത്തിൻ്റെ കാരണങ്ങൾ, കാസ്റ്റ് പ്രസ്റ്റീജ്, അതായത് ഒരു കാസ്റ്റിലെ ആൾക്കാർ എന്താണ് ഒരു പ്രസ്റ്റീജ്, ഓൽക്കൊരു അഭിമാനം, ഉയർന്ന കാസ്റ്റിലുള്ള ആൾക്കാർ ഓലൊരു വലിയ ആൾക്കാരാണെന്നുള്ള രൂപത്തിലുള്ള ചിന്ത അവർക്കുണ്ട്. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ എക്കണോമിക് ഇൻട്രസ്റ്റ്, ചില കാസ്റ്റുള്ള ആൾക്കാർ ഉയർന്ന പൊസിഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. അപ്പോൾ ഓല് താഴത്തേക്ക് വരാൻ തയ്യാറാവില്ല, കാരണം ഓൽക്ക് സാമ്പത്തികമായിട്ടൊക്കെ ലാഭം ഉണ്ടാകുമ്പോൾ ഓല് കാസ്റ്റ് ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. അതാണ് എക്കണോമിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷന് കാസ്റ്റിനെ കുറിച്ചിട്ടും എല്ലാവരും തുല്യരാണ് എന്നുള്ള എഡ്യൂക്കേഷനൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഒബ്സ്റ്റാക്കിൾ ടു നാഷണലിസം, അതായത് നാഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ജനങ്ങളും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ കാസ്റ്റ് ആകുമ്പോൾ പല ജാതികളായിട്ട് വ്യത്യസ്തമായ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നാഷണലിസം തകർന്നടിയാണ്. പിന്നെ ഇൻ്റർനാഷണൽ ഡെമോക്രസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാസ്റ്റ് പറഞ്ഞാൽ അത് അൺഈക്വാലിറ്റിയാണ്. ഡെമോക്രസി പറഞ്ഞാൽ അത് പ്രപ്പോസ് ചെയ്യുന്ന ഈക്വാലിറ്റിയാണ്. അങ്ങനത്തെ വിഷയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ പല ആൾക്കാരും ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കാസ്റ്റിൻ്റെ പേരിൽ ജയിക്കും. അതായത് ഇന്ന കാസ്റ്റിൻ്റെ ഡോമിനൻസ് ഉണ്ടാകുമ്പോൾ ആ കാസ്റ്റിൻ്റെ ആൾക്കാർ മാത്രം ജയിച്ചും. അപ്പോൾ അതായത് ജനങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ല കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കാസ്റ്റിൻ്റെ ഇതിൻ്റെ മേലിൽ മാത്രം വിജയിപ്പിക്കുന്ന സംഭവം ഉണ്ടാവും. പ്രൊമോട്ട് നെപ്പോട്ടിസം ആൻഡ് കറപ്ഷൻ, വളരെ കറപ്ഷൻ ഉണ്ടാവും. പിന്നെ എന്താണ് നെപ്പോട്ടിസം, അതായത് എന്താണ് നമ്മുടെ തലമുറകൾ തന്നെ ഭരിക്കുന്ന വിഷയം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. രാജഭരണത്തിനെ പോലെ ആയി മാറുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അതായത് ജാതിയുമായി പരസ്പരം മല്ലിട്ട് പരസ്പരം അടികൂടി ജീവിക്കുമ്പോൾ അവർക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കലായ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. ഇറാഡിക്കേഷൻ എങ്ങനെയൊക്കെയാണ് സാധിക്കുക? അതിന് വ്യത്യസ്തമായ രൂപങ്ങൾ പറയുന്നുണ്ട്. MN ശ്രീനിവാസൻ 2 രൂപം പറയുന്നുണ്ട്, ഷോർട്ട് ടൈമും ലോങ് ടൈമും. ഷോർട്ട് ടൈമിലാണെന്ന് വെച്ചെങ്കിൽ റാപ്പിഡായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, പിന്നെ എഡ്യൂക്കേഷനോ ഇൻ്റർ കാസ്റ്റ് മാരേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു കാസ്റ്റിനെ ഇറാഡിക്കേറ്റ് ചെയ്യാം. ലോങ് ടേമിലാണെങ്കിൽ ഗവൺമെൻറ് ലിറ്ററസി ഹയർ എഡ്യൂക്കേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അതിനെ ഒഴിവാക്കാമെന്ന് പറയുന്നുണ്ട്. GS Kure ഇൻ്റർ കാസ്റ്റ് മാരേജ് എഡ്യൂക്കേഷൻ കൂട്ടുക എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. പിന്നെ
അടുത്തതായിട്ട് PNH പ്രഭുവിൻ്റെ ഒരു നിലപാട് എന്താണ്, സിനിമയിലൂടെയും ആർട്ടിലൂടെയും പിന്നെ അങ്ങനത്തെ ചാനൽ മാഗസിൻ അങ്ങനത്തെ ഉള്ളവരൊക്കെ ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർക്കുക എന്നൊക്കെയാണ് പറയണത്. പിന്നെ BR അഗർവാൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണ് ഈ കാസ്റ്റ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിനെ തകർക്കുക, അപ്പോൾ കാസ്റ്റ് ഒഴിവാകുന്നതാണ് പറയുന്നത്. പിന്നെ ഇറാട്ടി കർവേ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഈക്വാലിറ്റി ജനങ്ങൾ ഉണ്ടാക്കുക എന്നാണ്, കാസ്റ്റുകളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. പിന്നെ വേറെ കുറച്ച് സ്കോളേഴ്സ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണത് വെച്ചാൽ കാസ്റ്റ് എന്നൊരു വേർഡ്, ആ സംഭവം തന്നെ എവരിഡേ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ അങ്ങനത്തെ സ്കോളേഴ്സൊക്കെ അവരവരുടെ സർനെയിമൊക്കെ ഒഴിവാക്കി എന്ന് പറയേണ്ടത്. പിന്നെ ബാക്കിയുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പരസ്പരം ജാതിയുടെ മേൽ തല്ലുകൂടുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാസ്റ്റ് ഇറാഡിക്കേഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പാഠം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്നും പാടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവസാനിച്ചിട്ടില്ല, സോറി. ഇനി അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയണം. അൺടച്ചബിലിറ്റി പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏകദേശം പരസ്പരം തൊടാം ഹിന്ദു സൊസൈറ്റിയിലൊരു ആക്റ്റായിരുന്നു. ശുദ്രരായ താഴെക്കിടയിലുള്ള ആൾക്കാരെ തൊടാനോ അവരെ റോഡിലൂടെ കാണാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഹിന്ദു സോഷ്യൽ ഓർഡറിൽ അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരില്ല എന്നാണ്. അതായത് ശുദ്രാസ് പറഞ്ഞൊരു സംഭവം, നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദു സോഷ്യൽ ഓർഡറിൽ അവർ ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നീടാണത് ഹിന്ദുക്കളിൽ പെട്ട ഒരാൾക്ക്, അതായത് അവരെ ഹിന്ദുക്കളായിട്ട് പരിഗണിച്ചിരുന്നില്ല, പിന്നീടാണ് അവർ ഹിന്ദുക്കളായിട്ട് പരിഗണിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അതിലൂടെ അവർ പറയണത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ഹാൻഡ് ടച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നമ്മളെ പാഠം ഏകദേശം അവസാനിച്ചു എന്നാണ് കരുതുന്നത്. അങ്ങനെ വിശദീകരിക്കണില്ല. സമ്മറി ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ കുറിച്ചാണ് പറഞ്ഞു, ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു, പിന്നെ OBCനെ കുറിച്ച് പറഞ്ഞു, അൺടച്ചബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പറഞ്ഞത് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്നും പാടെ കണ്ണോടിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.